ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലാണ് കേട്ടോ. ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. അതുപോലെ ഒരു പരിപാടിയാണ് ഈ കാണുന്ന മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. മെയിനായിട്ട് എല്ലാ പ്രാവശ്യം കാണുന്നത് പോലെ തന്നെ ഈ അലങ്കാര മത്സ്യങ്ങൾ അതുപോലെ മത്സ്യപ്രദർശനമാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു മാസം നമുക്ക് ഈ സെപ്റ്റംബർ 14 വരെ ഉണ്ട്. ഒരു മാസത്തോളം ഇവിടെ കാണും. ഓണത്തിന് ഫാമിലിയായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ വരുന്നവർക്ക് വേണമെങ്കിൽ ഇതും കൂടെ ഒരു ഭാഗമായിട്ട് കൂട്ടാം. 120 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. 3 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം. വൈകിട്ട് 4 മണി തൊട്ട് രാത്രി 9 മണിയാണ് ടൈമിംഗ്. ഹോളിഡേയ്സ് വരുമ്പോൾ രാവിലെ 11 മണി തൊട്ട് രാത്രി 9-10 മണി വരെ ഇവിടെ വർക്കിങ്ങാണ്. ഓക്കെ. പിന്നെ മത്സ്യപ്രദർശനം അതുപോലെ തന്നെ മേളകളിൽ കാണുന്ന സാധാരണ ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാനുള്ള സ്റ്റോളുകളും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ രീതിയിലുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഇവിടുത്തെ ഈ ഒരു മേളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മളിവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കണ്ടേണ്ട മത്സ്യകന്യക, അതായത് ഒറിജിനൽ ജീവൻ തുടിക്കുന്ന മത്സ്യകന്യക എന്ന് വേണമെങ്കിൽ പറയാം. അവർ ലൈവായിട്ട് അവർ കാണിക്കും. 2 മത്സ്യകന്യക അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. അത് ഇതിനകത്തൊരു സ്പെഷ്യലായിട്ട് തോന്നി. മീനിൻ്റെ ആ ഒരു സെക്ഷൻ കഴിയുമ്പോൾ തന്നെ അതുകൊണ്ട് അത് വളരെ അട്രാക്റ്റീവാണ്. ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഓരോ വെറൈറ്റി വരുന്നുണ്ടായിരുന്നു. അണ്ടർ വാട്ടർ ടണൽ നമ്മളിവിടെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാട്ടർ ടാങ്കിനകത്തിരിക്കുന്ന പൂച്ചക്കുട്ടി അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായിരുന്നാലും എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക. തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോ എന്ന് പറയുന്ന മേളയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഓണക്കാലം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റ് തന്നെയാണ് ഇത്. വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. ആൾക്ക് ഒന്നിന് 120 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറാം. മെയിനായിട്ട് മത്സ്യപ്രദർശനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടർ വാട്ടർ ടണലുണ്ട്, അതുപോലെ അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനമുണ്ട്. പിന്നെ ജീവൻ തുടിക്കുന്ന ഫിലിപ്പീൻസിൽ നിന്ന് എത്തിയിട്ടുള്ള മത്സ്യകന്യകകൾ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മത്സ്യകന്യകയാണ് എടുത്തു പറയാനായിട്ട് ഉള്ളത്. ഒരുപാട് ടാങ്കുകളിലായിട്ട് ഇതുപോലെ വിവിധ തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളും അല്ലാത്തതുമായിട്ടുള്ള മത്സ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അണ്ടർ വാട്ടർ ടണൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഈ അണ്ടർ വാട്ടർ ടണൽ എന്ന് പറയുന്നത്. ഈ വലിയ മത്സ്യങ്ങളും ചെറിയ മത്സ്യങ്ങളും ഒക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റുകയും അതുപോലെ തന്നെ ചുറ്റും വെള്ളം ഉള്ളത് കൊണ്ട് കടലിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെക്ഷനാണ് ഈ അണ്ടർ വാട്ടർ ടണൽ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഇതുപോലെ തന്നെ പല മേളകളും നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടിട്ടുള്ളതാണ്. ഈ മേളയിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ചെറുതായിട്ട് ഇഗ്വാനയും പെരുമ്പാമ്പിൻ്റെ കുട്ടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയും മത്സ്യങ്ങളുടെ സെക്ഷൻ പിന്നെയും ഉണ്ട്. കുറച്ച് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ, കാരണം ഇതൊക്കെ വന്ന് കാണേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് വിഷ്വൽസ് മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ എക്സ്പോയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷനിലാണ് നമ്മൾ പോകുന്നത്. ഫിലിപ്പീൻസിൽ നിന്നുള്ള 2 മത്സ്യകന്യകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാവർക്കും അതൊരു ആശ്ചര്യത്തോടു കൂടി തന്നെയാണ് നോക്കി നിൽക്കുന്നത്. കുട്ടികളായിരുന്നാലും വലിയ ആൾക്കാരായിരുന്നാലും ഇത് കാണാൻ വേണ്ടിയിട്ട് വളരെ ആശ്ചര്യത്തോട് നോക്കി നിൽക്കുന്ന ഒരു സെക്ഷനാണ്. ഇപ്പോൾ ഈ ടാങ്കിനകത്ത് 2 പേരാണുള്ളത്. ഇവർ ശ്വാസം പിടിച്ച് ഇങ്ങ് താഴെ നിന്ന് പല ആക്ടിവിറ്റീസും കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഡൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ.
ആ സെക്ഷനിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന സ്ഥിരം കാഴ്ചകളാണ്. ഒരുപാട് സ്റ്റോളുകൾ, ഫുഡ് കോർട്ടുകൾ, അങ്ങനെ തുടങ്ങി ഫാൻസി ഐറ്റംസ്, പലഹാരങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ തുടങ്ങി ഒരുപാട് സ്റ്റോളുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് തൈക്കാട് നടക്കുന്ന എക്സ്പോയുടെ മെയിൻ കാഴ്ചകൾ. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷനായിട്ടാണ്. നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളും വന്ന് തന്നെ കാണുക കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മടിക്കേണ്ട. ഒരുപാട് ഓണവിശേഷങ്ങളും അതുപോലെ തിരുവനന്തപുരം നടക്കുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസും ചാനലിൽ വരുന്നുണ്ട്. ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് മാത്രം ചെയ്യാതെ പോരാ, ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത ഒരു വിശേഷത്തിൽ കാണാം. ബൈ.